ജീവൻ ജീവിതം എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ 186ാമത്തെ സെഷനാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ നാളുകളില് നമുക്ക് ഈ വിധത്തില് ദൈവവചനം പഠിക്കുവാനായിട്ടും ഉത്സാഹം പ്രാപിക്കുവാനായിട്ടൊക്കെ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. നമുക്കത് ഏറെ നന്മയായിരുന്നു. നമുക്കത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നമ്മുടെ സമ്പത്ത് എന്നത് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്ക് അറിയാം. എന്നാൽ അതിന്റെ നല്ല കാര്യവിചാരകന്മാരായിട്ട് നാം ഇരിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമ്പത്ത് നേടുന്നതിനും ദൈവേഷ്ടപ്രകാരം അത് ചിലവഴിക്കുന്നതിനും വാസ്തവത്തിൽ നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. നമ്മൾക്ക് ദൈവേഷ്ടപ്രകാരം തന്നെ നമ്മുടെ സമ്പത്തിനെ നേടുവാനും ഉപയോഗിക്കുവാനും ദൈവത്തിന്റെ പ്രമാണങ്ങളെ നാം മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്. എപ്രകാരം നമുക്ക് ദൈവേഷ്ടപ്രകാരം നമ്മുടെ സമ്പത്ത് നമുക്ക് ആർജിക്കുവാൻ മാത്രമല്ല, ശരിയായി അതിനെ ചെലവഴിക്കുവാൻ, ദൈവനാമ മഹത്വത്തിനായിട്ട് അത് തീർക്കുവാൻ സാധിക്കും എന്നത് ഇന്നത്തെ നമ്മളുടെ പഠനത്തിലൂടെ നാം വീണ്ടും ഒരിക്കൽ കൂടി ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഈ പഠനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയാവതരണത്തിനായിട്ട് ജോസഫ് അനിച്ചോറിനെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ധനമോഹത്തിലെ ശരിതെറ്റുകൾ എന്നാണ് ഈ പഠനത്തിന്റെ ഹെഡിങ് ആയിട്ട് നമ്മൾ ഇട്ടത്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ദൈവമക്കളായ നമുക്ക് ധനമോഹത്തിൽ എന്താണ് ശരിയുള്ളത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വരും. കാരണം ധനമോഹത്തെ നമ്മൾ ഒരു മഹാഭാവമായിട്ടാണ് പൊതുവെ നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. എന്നാൽ അതിലെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു ചെറിയ പരിശ്രമമാണ് ഈ ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമ്പന്നരാകുക എന്നുള്ള ഒരു മോഹമാണ് പൊതുവെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അവരെ മുന്നോട്ട് നടത്തുന്ന, പ്രവർത്തന നിരതരാക്കുന്ന ഒരു പ്രേരക ശക്തി. ധനസമ്പാദനത്തിനായിട്ട് ഏത് സാഹസിക പ്രവൃത്തികളും നടത്താനും ലോകത്തിന്റെ ഏത് കോണിലും ചെന്ന് ഏത് തരത്തിലുള്ള ജോലിയും ചെയ്യാനും മനുഷ്യര് സന്നദ്ധരാണ്, തയ്യാറാണ്. നമ്മളുടെ തന്നെ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ജീവിതം നോക്കിയാൽ +2 കഴിയുമ്പോഴത്തേനും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ലോകത്തിന്റെ ഏത് ഭാഗത്തും എത്തിച്ചേരാനും ഒക്കെ അവരെ അതിസാഹസികമായിരിക്കുന്ന യാത്രകളും നീക്കങ്ങളും പരിശ്രമങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? കൂടുതൽ ശമ്പളമുള്ള, കൂടുതൽ വരുമാനമുള്ള ഒരു ജീവിത മാർഗം ഇവിടെ അവർക്ക് ലഭ്യമല്ല. അത് ലോകത്തിന്റെ മറ്റ് സ്ഥലങ്ങളിൽ ലഭ്യമാണെന്നുള്ള ഒരു ചിന്തയാണ്. അപ്പൊ ഇതൊരു വലിയൊരു മോട്ടിവേഷനായിട്ട്, ഒരു ഇൻസെന്റീവായിട്ടാണ് പണം ഇരിക്കുന്നത്. അത് വലിയൊരു അളവോളം ശരിയുമാണ്, ആവശ്യവുമാണ്. എന്നാൽ ദൈവമക്കളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, കർത്താവിന്റെ ശിഷ്യന്മാർക്ക് സമ്പന്നരാകാനായിട്ട് ആഗ്രഹിക്കുന്നത് ശരിയാണോ? ധനമോഹം അവർക്ക് ശരിയാണോ എന്ന് ചോദിച്ചാല് അതെ എന്ന ഉത്തരം സാധാരണ ആളുകൾ നൽകാറില്ല. അല്ല എന്നുള്ള ഉത്തരവാണ് പൊതുവെ ആളുകൾ നൽകാറുള്ളത്. അതെ എന്ന്, അതിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അതിന്റെ കാരണം ദൈവവചനത്തിലെ പല ഭക്തന്മാരും വലിയ സമ്പന്നന്മാരായിരിക്കുന്ന ആളുകളാണ്. അബ്രഹാമിന്റെയും ദാവീദിന്റെയും ശലോമോന്റെയും ഒക്കെ കഥ പറഞ്ഞാല് അവരൊക്കെ മഹാസമ്പന്നന്മാരായിരിക്കുന്ന
ദൈവമക്കളായിരുന്നു, വിശ്വസ്തരായ ദൈവമക്കളുമായിരുന്നു. മാത്രമല്ല, ചിലപ്പോഴൊക്കെ ദൈവത്തെ വിശ്വസിച്ചാൽ കൂടുതൽ സമ്പത്ത് ഉണ്ടാകുമെന്നും വലിയ അനുഗ്രഹവും പ്രോസ്പെരിറ്റിയും ഒക്കെ വരുമെന്നും ചിന്തിക്കുന്ന ആളുകളുണ്ട്. ധനസമ്പാദനം, ലക്ഷ്യം, സാമ്പത്തിക മേന്മ ലക്ഷ്യം വെച്ച് ദൈവത്തെ വിശ്വസിച്ച് അന്വേഷിക്കുന്ന ആളുകളും ഉണ്ടല്ലോ. എന്നാൽ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ദ്രവ്യാഗ്രഹത്തിന്റെ അപകടത്തെ പറ്റി ബൈബിളിൽ പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. പല ഉദാഹരണങ്ങളും ഉണ്ട്. തിമോഥെയോസിന്റെ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ തന്നെ മുന്നറിയിപ്പ് നൽകിയത്, ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. മാത്രമല്ല, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും ഒരു മൂലമല്ലോ. ഇത് കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അപ്പം ഒരർത്ഥത്തില് ദ്രവ്യാഗ്രഹത്തെ പറ്റി ചിന്തിച്ചാല് എന്ത് ഉത്തരമാണ് നൽകേണ്ടത്? എനിക്ക് പറയാനുള്ള ഉത്തരം, ധനമോഹം, ദ്രവ്യാഗ്രഹമല്ല, ധനമോഹം അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണെന്നും അതേസമയം അല്ലെന്നും പറയാവുന്ന ഒരു സാധ്യതയാണ് ഈ ചോദ്യത്തിനുള്ളത്. അതിന്റെ കാരണം, ധനമോഹം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ലോകത്തിന്റെ സമ്പത്തിനെയാണ് നമ്മൾ ധനമായിട്ട് കണക്കാക്കുന്നത് എങ്കിൽ ധനമോഹം ശരിയല്ല എന്ന് നമുക്ക് ആ അർത്ഥത്തിൽ പറയാം. എന്നാൽ സ്വർഗീയ സമ്പത്തിനെയാണ് നമ്മൾ ധനമെന്ന് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ ധനമോഹം പോലെ ശരിയായിരിക്കുന്ന വേറൊരു കാരണമില്ലല്ലോ. ഇത്രമാത്രം നമുക്ക് പ്രോത്സാഹനവും ധൈര്യവും പ്രചോദനവും ആയിട്ട് ജീവിതത്തിൽ നിൽക്കേണ്ടത് എന്താണ്? സ്വർഗീയ സമ്പത്ത്, സ്വർഗീയമായിരിക്കുന്ന ധനമാണ്. യഥാർത്ഥമായിരിക്കുന്ന സമ്പത്ത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ സമ്പന്നരാകാനുള്ള ആഗ്രഹം തെറ്റല്ലെന്ന് മാത്രമല്ല, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ശക്തമായ പ്രചോദനമായി, പ്രേരക ശക്തിയായിട്ട് നിൽക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കും. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ കർത്താവിന്റെ മലയിലെ പ്രസംഗത്തിന്റെ തുടർച്ചയിൽ കർത്താവ് ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് അതിനായിട്ട് വായിക്കാം. 6:19 മുതലുള്ള വേദഭാഗം. പുഴുവും തുരുമ്പും കെടുക്കയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. പിന്നീട് കർത്താവ് 2 ഉദാഹരണങ്ങൾ പറഞ്ഞ് ഈ ആകുല ചിത്തരാകുന്നതിനെ പറ്റി ഉള്ള അതിന്റെ അപകടം കർത്താവ് സൂചിപ്പിക്കുകയാണ്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. 6:33 വാക്യം ഏറ്റവും വളരെ പ്രസിദ്ധമാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്,
നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഈ വേദഭാഗത്തിൽ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത് ഒരു കാര്യം, നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്താണ് എന്ന ആ തിരിച്ചറിവ് നമുക്ക് നൽകുക. എന്താണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്? അത് ലൗകികമായിരിക്കുന്ന നിക്ഷേപങ്ങൾ അല്ല, അത് നശ്വരമാണ്. എന്നാൽ യഥാർത്ഥമായ നിക്ഷേപവും സമ്പത്തും ധനവും അത് സ്വർഗീയമായ നിക്ഷേപങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ സ്വർഗീയ നിക്ഷേപങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടതും ത്യാഗബുദ്ധിയോട് പ്രവർത്തിക്കേണ്ടതും എത്രത്തോളം അനിവാര്യമാണ്. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. ചുരുക്കത്തിൽ നമ്മുടെ യഥാർത്ഥമായ സമ്പത്ത് ലൗകികമല്ല, സ്വർഗീയമാണ് എന്ന ആ തിരിച്ചറിവാണ് സ്വർഗീയ നിക്ഷേപങ്ങൾക്കായി ത്യാഗബുദ്ധിയോടെ അധ്വാനിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നത്, നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. ഈ ആശയത്തെ ചില 4 സബ് ഹെഡിങ്സ് ആയിട്ട് ഞാൻ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. 6:19 മുതൽ 20 വരെ വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത്, നമ്മുടെ യഥാർത്ഥ സമ്പത്ത് നശ്വരമായ ലൗകിക വസ്തുക്കളല്ല, അനശ്വരമായ സ്വർഗീയ നിക്ഷേപങ്ങളാണ്. ഇത് ഒരു ദൈവ പൈതലിന്റെ അടിസ്ഥാനപരമായ തിരിച്ചറിവാണ്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളി. അപ്പൊ എന്താണ് നമ്മുടെ നിക്ഷേപം, നമ്മുടെ സമ്പത്ത്? ആ തിരിച്ചറിവ്, അതാണ് കർത്താവ് പറയുന്നത്, അത് സ്വർഗീയമായ നിക്ഷേപങ്ങളാണ്. ദൈവമക്കളെ പറ്റി പറയുകയാണ്, കർത്താവിന്റെ ശിഷ്യന്മാരെ പറ്റി പറയുകയാണ്, നമ്മുടെ സമ്പത്ത് ഈ ലോകത്തിലുള്ള നമ്മുടെ വസ്തുവകകൾ അല്ല. അത് സമ്പത്താണോ എന്ന് ചോദിച്ചാല് ഈ ലോകപ്രകാരം അതിനെയാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഇൻകം ടാക്സിന് കണക്ക് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് തരാനായിട്ട് സർക്കാർ അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സമ്പത്തിന്റെ അളവെന്ന് പറഞ്ഞാൽ ഈ ലോകപ്രകാരം നമുക്ക് വീടുണ്ടോ, വാഹനമുണ്ടോ, തോട്ടമുണ്ടോ, വരുമാനമുണ്ടോ, ജോലിയുണ്ടോ, ഇതൊക്കെയാണ്. അവിടെ നമ്മൾ സ്വർഗീയ നിക്ഷേപങ്ങളെ പറ്റി അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഒരു പൈതൽ അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വശാസ്ത്രങ്ങളെ ചിട്ടപ്പെടുത്തുമ്പോൾ, അവന്റെ ജീവിതത്തിന്റെ ഗതിയെ നിർവചിക്കുമ്പോൾ, എന്താണ് നിക്ഷേപം, എന്താണ് സമ്പത്ത്, എന്താണ് നമ്മുടെ ധനം? അത് സ്വർഗീയമായിരിക്കുന്ന ധനങ്ങളാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ എഴുതുന്നത് വായിച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നു, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ എന്ന്. ഇബ്രാഹിം വിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തിന് അനുഭവം പറയുമ്പോൾ, മനുഷ്യർ അവരെ കൊള്ളയടിച്ച് അവരുടെ ഭൗതിക സമ്പത്തുകളെ ഒക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ അവരത് സന്തോഷത്തോടെ സഹിച്ചു എന്ന് മാത്രമല്ല, സന്തോഷത്തോടെ സഹിച്ചു. കാരണം എന്താ? ഈ ചെയ്തത്, ഈ മോഷണവും കൊള്ളയും അവരുടെ അപഹരിച്ചു കൊണ്ടുപോയതിന്റെ കാരണം എന്താണ്? സ്വർഗത്തിൽ ഞങ്ങൾക്ക് നിക്ഷേപമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. അതല്ലേ നമ്മുടെ സമ്പത്ത്. വെളിപ്പാട് പുസ്തകം 3:18 വാക്യത്തിൽ ലവദീക്യ സഭയോട് കർത്താവ് പറയുമ്പോൾ, കർത്താവ് ഒരു നിർദ്ദേശം കൊടുത്ത്, നീ സമ്പന്നനാണെന്ന് പറഞ്ഞിട്ട് നീ ദരിദ്രനായിരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തിയതിനു ശേഷം പറയുന്നത്, നീ സമ്പന്നനാകേണ്ടതിന്, യഥാർത്ഥത്തിൽ നീ സമ്പന്നനാകേണ്ടതിന്, ദൈവമുമ്പിൽ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച് പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. നിനക്ക് സമ്പന്നനാകണമോ? എന്റെ അടുക്കൽ നിന്ന് നീ സമ്പത്ത് വാങ്ങണമെന്ന് പറഞ്ഞു. സ്വർഗീയ നിക്ഷേപങ്ങളാണ് നമ്മുടെ നിക്ഷേപങ്ങൾ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. എന്താണ് ഈ നിക്ഷേപങ്ങൾ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് സ്വർഗം വിലമതിക്കുന്ന നമ്മുടെ നിക്ഷേപം? അനശ്വരമായ നിലനിൽക്കുന്ന, കള്ളന്മാർ മോഷ്ടിക്കാത്ത, ഈ ലോകത്തിന്റെ പുഴുവും ചെതിലും നശിപ്പിക്കാത്ത ആ നിക്ഷേപം എന്താണ്?
പലതും നമുക്ക് പറയാനായിട്ട് കഴിയും. എങ്കിലും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ നിക്ഷേപം ദൈവമാണ്. നമ്മുടെ നിക്ഷേപം, നമ്മുടെ സമ്പത്ത് ദൈവമാണ്. അതിലും വലിയൊരു നിക്ഷേപം നമുക്കില്ല. നമ്മുടെ ദൈവം എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഈ പിതാവാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു അനുഭവം നമുക്കറിയാം. അബ്രഹാമിന്റെ സമ്പത്ത്, അബ്രഹാം എന്ന് താമസിച്ച സ്ഥലത്തെ പുൽപ്പുറങ്ങളെല്ലാം, അവരുടെ ആടുമാടുകളുടെ നിക്ഷേപം അതായിരുന്നു. അതെല്ലാം ലോത്ത് കൈവശമാക്കി, അത് സ്വന്തം നല്ല സ്ഥലങ്ങൾ കൈവശമാക്കി കൊണ്ട് പോയപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്ന വാക്കാണല്ലോ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. നിന്റെ സമ്പത്ത് ഞാനാണ് എന്ന് അബ്രഹാമിനോട് ദൈവം പറയുക. ഈ ലോകത്തിലെ സമ്പത്തുകൾ ആ ഡീലില് ലോത്ത് കൈവശമാക്കി. അബ്രഹാം ആ മഹാമനസ്കത കാണിച്ചു. പക്ഷെ അബ്രഹാം അതുകൊണ്ട് ദരിദ്രനായി തീർന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അബ്രഹാമെ, നിന്റെ സമ്പത്ത് ആർക്കും എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയില്ല. അത് ലോത്തിന് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഞാനാണ് നിന്റെ സമ്പത്ത്, നിന്റെ നിക്ഷേപം, നിന്റെ പ്രതിഫലം ഞാനാണ്. അതുകൊണ്ടല്ലേ പാട്ടുകാർ പാടിയത്, എൻ്റെ കൊച്ചു ഉപദേശി പാടിയത്, എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. സമ്പത്ത്, ധനം, നിക്ഷേപം എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് കർത്താവാണ്, അത് ദൈവമാണ്. ദൈവം ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത സമ്പത്ത് ഏതാ? ദൈവത്തിന്റെ മക്കൾ. അതല്ലേ നിക്ഷേപം. നമ്മൾ മാതാപിതാക്കൾക്ക് അറിയാം നമ്മുടെ നിക്ഷേപം ഏതാ, നമ്മുടെ സമ്പത്ത് ഏതാ. നമ്മുടെ മക്കളല്ലേ നമ്മുടെ സമ്പത്ത്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം ഉള്ളൂ. എല്ലാം നഷ്ടമാക്കിയാലും എല്ലാം നമ്മൾ ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മക്കൾക്ക് വേണ്ടി. കാരണം അവരാണ് നമ്മുടെ നിക്ഷേപം. അത് തന്നെയല്ലേ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ മക്കൾ, അവിടുത്തെ ജനമാണ് അവിടുത്തെ സമ്പത്ത്. യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായത്തിലെ പ്രസിദ്ധമാണല്ലോ. കർത്താവിന്റെ ആ പാപപരിഹാര യാഗത്തെ കുറിച്ച് പറയുന്ന പ്രവാചകന്റെ വാക്കുകളുടെ അവസാനം 10-ാമത്തെ വാക്ക് എഴുതിക്കുന്നതറിയോ? അവന്റെ പ്രാണൻ ഒരകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്തു. സന്തതിയെ കണ്ടു, അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. എന്താണ് കർത്താവിന്റെ പ്രയത്നഫലം? സന്തതി. ഏതാണ് ആ സന്തതി? ഞാനും നിങ്ങളുമൊക്കെ അല്ലേ ആ സന്തതി. നമ്മളെയാണ് കർത്താവ് സമ്പത്തായിട്ട് കണക്കാക്കുന്നത്. ഞാൻ പണ്ട് കണ്ട ഒരു സിനിമയിലെ ഒരു രംഗം ഞാൻ ഓർക്കുകയാണ്. മോശ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. ആ സിനിമയിലെ ഒരു രംഗം, മോശ തൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ അമ്മായിയപ്പനായിരിക്കുന്ന യിത്രോയുടെ അടുക്കൽ ഏൽപ്പിച്ചിട്ട് മിസ്രയീമിലേക്ക് പോയി. അതിശയകരമായിട്ട് ആ ജനത്തെ വീണ്ടെടുത്ത് മോശ തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ച് മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മോശയുടെ പിതാവ് മോശയുടെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് മോശയെ കാണാനായിട്ട് വരികയാണ്. ആ സിനിമയിൽ അങ്ങനെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ സംഭവമാണ്, ചരിത്രമാണ്. വന്നു കഴിഞ്ഞപ്പോൾ മോശയെ കണ്ടു. ആ മക്കളെയും ഭാര്യയൊക്കെ ഏൽപ്പിച്ചിട്ട് യിത്രോ ആ മലമുകളിൽ നിന്ന് അതിന്റെ മറുവശത്തേക്ക് നോക്കുമ്പോൾ വലിയൊരു പുരുഷാരം, ലക്ഷക്കണക്കിന് മനുഷ്യര് ടെന്റുകളൊക്കെ അടിച്ച് ഇങ്ങനെ താമസിക്കുക. അപ്പൊ യിത്രോ അതിശയപ്പെട്ട്, ആട് മേച്ചുകൊണ്ട് മരുഭൂമിയിൽ നടന്ന മനുഷ്യന്റെ ചുറ്റും ഇത്ര ആളെ കണ്ടപ്പോൾ യിത്രോ ചോദിച്ചു, ഇവരാരാന്ന് ചോദിച്ചു. അപ്പൊ മോശ പറയുന്ന ഒരു വാക്ക് ആ സിനിമയില് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. മൈ പീപ്പിൾ, എന്റെ ജനം. അതാണ് മോശ പറയുന്നത്. എന്താണ് മോശയുടെ സമ്പത്ത്? മിസ്രയീമിൽ നിന്നും ദൈവം തന്റെ അതിശയകരം കൊണ്ട് വിടുവിച്ചു കൊണ്ടുവന്ന തന്നെ ഉപയോഗിച്ച് കൊണ്ടുവന്ന ആ ജനം, അവരല്ലേ മോശയുടെ സമ്പത്ത്. ദൈവത്തിന്റെ മക്കളാണ് നമ്മുടെ സമ്പത്ത്. എന്റെ പ്രശംസയും കിരീടവും നിങ്ങളല്ലയോ എന്ന് അപ്പോസ്തലൻ തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ സമ്പത്ത് നശിച്ചു പോകുന്ന ഭൗതിക വസ്തുക്കളല്ല, കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടം. നമ്മളെ ഉപയോഗിച്ച് കർത്താവ് പ്രവർത്തിച്ച് നേടിയതായിരിക്കുന്ന ആ ജനത നമ്മുടെ സമ്പത്ത് അവരാ. ഇനി ജോലിയില്ല എന്ന് നമ്മൾ ആരും പറയരുത്, തൊഴിലില്ല എന്ന് പറയരുത് ദൈവമക്കള്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലെ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിന്റെ വേലക്കാരുടെ ഉപമ.
അവൻ 6 മണി നേരം 6 മണി നേരത്തും 9 മണി നേരത്തും 11 മണി നേരത്തും പോയി. തെരുവിൽ ചെന്നപ്പോഴ് ആളുകൾ പണിയില്ലാതെ നിൽക്കുക. അപ്പൊ ഉടമസ്ഥൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത്? നിങ്ങൾക്ക് തൊഴിലില്ലേ? അവര് പറഞ്ഞു, ഞങ്ങളെ ആരും ജോലിക്ക് വിളിച്ചില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. യജമാനൻ പറയാണ്, മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ, അവിടെ ജോലിയുണ്ട്, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവര് തൊഴിൽ ചെയ്തില്ലേ? കൂലി കൊടുത്തപ്പോൾ എല്ലാവർക്കും കൊടുത്ത പോലെ കൂലി കൊടുത്തില്ലേ? ഒരു ദിനാറ് അവർക്കും കൊടുത്തില്ലേ? മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ. എന്താ അതിന്റെ അർത്ഥം? ദൈവരാജ്യത്തിലെ മഹത്തായ ജോലി, കർത്താവ് നടത്തുന്ന വീണ്ടെടുപ്പ് ദൗത്യം, മനുഷ്യനായി അവതരിച്ച് കാൽവരി ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ് സർവ്വശത്രുക്കളെയും തന്റെ പാദപീഠമാക്കുവോളം കാത്തിരിക്കുന്ന ആ മഹാരാജാവിന്റെ മഹത്തായ വീണ്ടെടുപ്പ് ദൗത്യത്തിന്റെ ഭാഗഭാഗിത്വം എനിക്ക് നിങ്ങൾക്കും തന്നിട്ടുണ്ട്. നമുക്ക് തൊഴിലില്ല നമ്മൾ പറയരുത്. ഈ ലോകപ്രകാരം നമ്മുടെ തൊഴിലുകൾക്ക് ഏറ്റക്കുറച്ചിലുള്ള വ്യത്യാസങ്ങളും ഗുണമേന്മകളും ഒക്കെ ഗുണദോഷങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് തൊഴിലുണ്ട്. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിക്ക്, ഒരു പുരോഹിത ഗണത്തിന്, ഒരു വിശുദ്ധ വംശത്തിന് തൊഴിലില്ല എന്ന് പറയാൻ പറ്റുമോ? തൊഴിലുണ്ട്. നമുക്ക് തൊഴിലും ഉണ്ട്, ധനവും ഉണ്ട്, സമ്പത്തും ഉണ്ട്. ദൈവരാജ്യം, അതിന്റെ സമൃദ്ധി, അതിന്റെ ഐശ്വര്യം, അതിന്റെ സമസ്തവും കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മള് ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ നമ്മുടെ സ്വന്തമാണ്. കർത്താവ് പറഞ്ഞു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടണ്ട, നിങ്ങൾക്ക് രാജ്യം തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ സമ്പന്നരല്ലാന്ന് ഇനി ഒരിക്കലും പറയരുത്. സമ്പന്നർ മാത്രമല്ല, അനേകരെ സമ്പന്നരാക്കുന്നവർ കൂടിയാണ് നമ്മൾ എന്ന് നമ്മൾ ഓർക്കണം. ഇതെന്താണ് നമ്മുടെ സമ്പത്ത് എന്നുള്ള തിരിച്ചറിവ്. എന്നാൽ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പിന്നീട് പറയുകയാണ്, ഈ സമ്പത്ത്, നമ്മുടെ സമ്പത്ത് സ്വർഗീയമാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്കൊരു പുതിയ കണ്ണ് വേണം എന്നാണ് കർത്താവ് പറഞ്ഞത്. കണ്ടോ, 22-ാം വാക്യം, ശരീരത്തിന്റെ വിളക്ക് ഒരു അനവസരത്തിൽ പറഞ്ഞതുപോലെ തോന്നും. അല്ല, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ടെത്ര വലിയത്. നമുക്കറിയാം, കണ്ണുകൊണ്ടാണ് കാണുന്നത്. ഇവിടെ കർത്താവ് കണ്ണിനെ പറ്റി പറഞ്ഞത്, ഈ കണ്ണിനെ ഉപയോഗിച്ച് ഒരു ആത്മീയ സത്യം കർത്താവ് പറയുകയാണ്. എന്താണ് ആ സത്യം? നിന്റെ കാഴ്ചപ്പാട്, നിന്റെ ദർശനം, നിന്റെ വീക്ഷണം ശരിയായാലേ നിനക്ക് എന്താണ് നിക്ഷേപം എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയല. അതുകൊണ്ടല്ലേ ലോകത്തിലെ മനുഷ്യർക്ക് നമ്മളുടെ ഈ കാഴ്ച കാണാനായിട്ട് കഴിയില്ല. പലപ്പോഴും നമ്മുടെ പണവും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും നമ്മുടെ സാധ്യതകളും എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അവര് അന്ന് യൂദാസ് ആ സ്ത്രീ കൊണ്ടുവന്ന് ഒരു നാർദീൻ തൈലം കർത്താവിന്റെ ശിരസിൽ ഒഴിച്ചപ്പോൾ പറഞ്ഞതുപോലെ, എന്തിനീ പാഴ്ചെലവ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റിലുള്ളത്. അവര് പറഞ്ഞു, ശരിയാണ്, അവരുടെ നോട്ടത്തിൽ അതാ ശരി, ഇത് പാഴ്ചെലവല്ലേ, ഇതുകൊണ്ട് എന്താ കാര്യം? എന്നാൽ നമുക്കോ ഇതിലും വലിയൊരു നിക്ഷേപം വേറെ ഇല്ല. ഇതിലും വലിയ ഒരു പണത്തിന്റെ ഒരു ചെലവഴിക്കല് വേറെ ഇല്ല. സമയം ഇതിലും മെച്ചപ്പെടുത്തി ചെലവഴിക്കാനായിട്ട് നമുക്ക് വേറൊരു മാർഗങ്ങൾ ലോകത്തിലില്ല. ഇത് വേറൊരു കാഴ്ചയാണ്, ഇതൊരു ഉയർന്ന കാഴ്ചയാണ്. ഈ കാഴ്ച നമുക്ക് എപ്പോഴാ കിട്ടിയത്? നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചപ്പോൾ. പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നില്ലേ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശയെന്നും വിശുദ്ധന്മാരിൽ അവകാശത്തിന്റെ മഹിമാധനം എന്നതെന്നും അവന്റെ ബലത്തിന് വല്ലഭത്വത്തിന് വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം. ഈ കണ്ണല്ല, അകക്കണ്ണ്. യോഹന്നാൻ 9 കർത്താവ് കുരുടനെ സൗഖ്യമാക്കിയപ്പോൾ അവൻ സൗഖ്യമായി. അവൻ ഒരുപാട് സാക്ഷ്യമൊക്കെ പറഞ്ഞു, പരീക്ഷയ്ക്കെതിരായി. എന്നിട്ട് ആ 9-ാം അധ്യായത്തിന്റെ ദീർഘമായിരിക്കുന്ന വിവരണത്തിന്റെ അവസാനം യേശു കർത്താവ് വീണ്ടും അവനെ കാണുകയാണ്. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ മനുഷ്യപുത്രനെ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. നീ ദൈവപുത്രനെ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. അതാ ചോദ്യം. അന്നേരം അവൻ ചോദിച്ചു, അവൻ ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ. അത് വേറൊരു കാഴ്ചയാണല്ലേ. കാണാത്ത കണ്ണു തുറന്ന്
ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്ന ഒരു വലിയ മഹത്വമാണ്, അതിശയമാണ്. എന്നാൽ കാണാത്ത ആ ഇരുട്ടുള്ള കണ്ണു തുറന്നിട്ട് യേശു ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി നീ ദൈവപുത്രനാണല്ലോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ആ കാഴ്ചയുണ്ടല്ലോ, അതാണ് ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം. അവന്റെ സമ്പത്താണ് സമ്പത്തെന്ന് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. ഇത് നശ്വരമാണെന്നും നിലനിൽക്കുന്നത് ദൈവരാജ്യമാണെന്നും കാണാനുള്ള കണ്ണുണ്ടല്ലോ, അതിന്റെ പേരാണ് ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം. ആ കണ്ണ് ഇരുണ്ടുപോയാൽ പിന്നെ ലോകത്തിൽ എന്തെല്ലാം കണ്ടിട്ടും കാര്യമായ പ്രയോജനമില്ല, ശാശ്വത പ്രയോജനമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 4-ാമത്തെ അധ്യായത്തില് അതിന്റെ 1-ാമത്തെ വാക്യത്തിലെ ഒരു വാക്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു വാക്യമാണ്. അത് വെളിപ്പാട് പുസ്തകത്തിലെ പഠനത്തിലെ ഒരു പ്രധാന വാക്യമായിട്ടും ഇരിക്കുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഇവിടെ കയറി വരാൻ, കം അപ്പ് ഹിയർ. എങ്ങോട്ടാ കയറി പോയത്? യോഹന്നാൻ പിന്നെ സ്വർഗത്തിലെ തുറന്നിരിക്കുന്ന വാതിലിനകത്തോടെ കയറി സ്വർഗത്തിൽ പോയി. എന്നിട്ടൊരു പുതിയ കാഴ്ച കാണുകയാണ്. അതൊരു പുതിയ കാഴ്ചയാണ്. നമുക്കറിയാം ആ കാഴ്ചയുടെ പശ്ചാത്തലം നമുക്കറിയാം. 2-3 അധ്യായങ്ങളിൽ ഏഷ്യാമേനറിലെ 7 സഭകളോട് മുന്നറിയിപ്പുകളും കൽപ്പനകളും ആഹ്വാനങ്ങളും അവരുടെ കുറ്റങ്ങളും കുറവുകളും അവരുടെ വെച്ചിരിക്കുന്ന വാക്തത്വങ്ങളും എല്ലാം പറഞ്ഞ് ഒരുപാട് ഭയനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഈ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞാനൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്, നിങ്ങൾക്കൊരു ദർശനം കാണിച്ചു തരാം, വെറും കൽപ്പനകൾ തരികയല്ല. എന്നിട്ട് യോഹന്നാനെ ഉയർത്തി സ്വർഗത്തിൽ കൊണ്ടുപോയി എടുത്തിട്ട് കാണാൻ പോകുന്ന, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ചുരുക്കത്തിൽ 2 കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. 1, ബാബിലോണിന്റെ പതനം. 2, ദൈവരാജ്യത്തിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. ഇത് രണ്ടുപേർക്ക് യോഹന്നാന് കാണിച്ചു കൊടുക്കുകയാണ്. പല ഉദാഹരണങ്ങളിലൂടെ, പല സംഭവങ്ങളിലൂടെ കാണിച്ചു കൊടുത്തു. ഈ പാപലോകത്തിന്, അതിന്റെ സകല ശക്തികൾക്കും, അതിന്റെ എല്ലാ പ്രതാപത്തിനും മഹത്വത്തിനും എല്ലാം ആത്യന്തികമായ നാശം സംഭവിക്കും എന്നുള്ള സത്യം കാണിച്ചു കൊടുത്തു. മറ്റൊന്ന് കാണിച്ചു കൊടുത്തു, ദൈവമക്കൾ കഷ്ടപ്പെടുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരും തലഛേദിക്കപ്പെടുന്നവരുമാണെങ്കിലും അവർ ജീവിച്ച് ദൈവത്തിന്റെ തേജസ്സിൽ എന്നേക്കും ജീവിക്കും എന്നുള്ള സത്യം കാണിച്ചു കൊടുത്തു. ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിലെ ഒരു ദൈവവേദന ലോകത്തില് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. അതാണ് ദൈവം നമുക്ക് കാണിച്ചു തന്നായിരിക്കുന്ന അതിശയകരമായിരിക്കുന്ന കാഴ്ച. ഈ കാഴ്ചയല്ലേ പൗലോസ് അപ്പോസ്തലനെ ഈ ലോകത്തിന്റെ മഹത്വങ്ങൾ വിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടവും സങ്കടവും ഉപദ്രവവും അപമാനവും അനുഭവിക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടാനായിട്ട് പ്രേരിപ്പിച്ചത്. അതൊരു പുതിയ കാഴ്ചയാണ്. ഡമസ്കസ് റോഡിൽ വെച്ച് മരിച്ചവനായി അറിഞ്ഞ ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ള കാഴ്ചയാണ്. ഈ കാഴ്ച തന്നെയാണ് മോശം ഉൾപ്പെടുപ്പ് ഭാഗത്ത് കണ്ടതും. ഈ കാണുന്ന യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം, നമ്മുടെ അളവുകൾക്കും പരിമാണങ്ങൾക്കും അപ്പുറത്ത് കാണാത്തൊരു ലോകമുണ്ടെന്ന്, ഒരു അദൃശ്യമായ നമുക്ക് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവരാജ്യമുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു ദൈവരാജ്യമുണ്ടെന്നുള്ള സത്യം കണ്ടപ്പോഴാണ് മോശ ദൈവത്തെ അനുസരിച്ച് പോയത്. ദൈവമക്കളെ ഒക്കെ കാണുന്ന അവർക്ക് കിട്ടിയ ദർശനം ഇതാണ്. ഈ ലോകത്തിന്റെ മഹത്വങ്ങളെ ചവറെന്നെണ്ണാൻ, അത് നിസ്സാരമെന്ന് കണക്കാക്കാൻ നമുക്ക് കിട്ടുന്ന വെളിച്ചം ഏതെന്നറിയോ? നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നമ്മുടെ അകക്കണ്ണ് പ്രകാശിക്കണം. ക്രിസ്തുവിന്റെ കണ്ണ്, ദൈവവചനത്തിന്റെ കണ്ണ്, അതാണ് ദൈവം നമുക്ക് നൽകിയത്. അപ്പോഴാണ് നമ്മുടെ നിക്ഷേപം എന്തെന്ന് നമ്മൾ തിരിച്ചറിയുള്ളൂ. 3-ാമത് അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ കർത്താവ് പറയാണ്, സ്വർഗീയ നിക്ഷേപങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവർ ലൗകിക ധനത്തെ മുറുകെ പിടിക്കാതിരിക്കുന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. സ്വർഗീയമാണ് നമ്മുടെ ധനമെന്ന് അറിഞ്ഞാൽ പിന്നെ ഈ ലോക ധനത്തോടുള്ള നമ്മുടെ ആ സമീപനത്തിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം വരും. കർത്താവ് പറഞ്ഞു, 2 യജമാനന്മാരെ സേവിക്കാനായിട്ട് ആർക്കും കഴിയല എന്ന് പറഞ്ഞു. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല. മാമോനാസ് എന്ന വാക്ക് ഒരു സെമിറ്റിക് പദത്തിന്റെ അർത്ഥം ഒരു മനുഷ്യൻ നിക്ഷേപമായിട്ട് കണക്കാക്കുന്നത് എന്നാണ് മാമോനാസ് എന്ന വാക്കിന്റെ അർത്ഥം.
പൊതുവെ അത് ധനത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്, ഈ ലോകധനം എന്നാണ്. അപ്പൊ ഈ ലോകത്തിലെ ധനത്തെയും ദൈവരാജ്യത്തിന്റെ സമ്പത്തിനെയും ഒരുപോലെ മുറുകെ പിടിക്കാനായിട്ട് കഴിയൂല എന്നാണ് കർത്താവോട് പറയുന്നത്. ഇപ്പൊ ലൗകിക ധനത്തിനെയും ആത്മീക സമൃദ്ധിയും ഈ ലോക സമൃദ്ധിയും നേരനുപാതത്തിലാണ് പ്രവർത്തിക്കുന്നത് ഉള്ളത് എന്നൊരു തെറ്റിദ്ധാരണ ഒരുപാട് ആളുകൾക്കുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിന്റെ സമ്പത്തും ദൈവരാജ്യത്തിന്റെ നിക്ഷേപവും തമ്മിൽ അങ്ങനെ ഒരു നേരിട്ടുള്ള ഒരു ബന്ധമില്ല, ഒരു കാര്യകാരണ ബന്ധമില്ല. ഈ ലോകത്തിന്റെ ധനം ഉണ്ടാകണമെങ്കിൽ ഈ ലോകത്തിന്റെ വഴികൾ, ദൈവരാജ്യത്തിന്റെ ധനം ഉണ്ടാകണമെങ്കിൽ ദൈവരാജ്യത്തിന്റെ വഴികൾ. അല്ലാതെ ഈ ലോകത്തിന്റെ ധനം കിട്ടുന്ന ദൈവഭക്തി കൂടുന്നതിനനുസരിച്ച് സമ്പത്ത് കൂടുമെന്നോ ദൈവഭക്തി കൂടുന്നതിനനുസരിച്ച് സമ്പത്ത് കുറയുമെന്നോ നേരിട്ടൊരു കണക്ഷൻ അങ്ങനെ തന്നെ ഇല്ല. എന്നാൽ ആളുകൾ പൊതുവെ അങ്ങനെയാണ്, ഭക്തി കൂടുമ്പോൾ ധനം കൂടുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ കുറച്ചുകൂടെ ഭക്തി കൂടുമ്പോൾ ധനം കുറയുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്കറിയാം. കൂടുതൽ സാധ്യത അതിനാണ്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഭക്തിയിലെ കർത്താവിനോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും ആത്മീയ ജീവിതത്തിലും ഒക്കെ വളരുകയാണെങ്കിൽ ലോകധനം കൂടുന്നതിനേക്കാൾ കുറയാനാണ് സാധ്യത. കുറഞ്ഞോളണമെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്, സാധ്യത കുറച്ചുകൂടെ കുറയാനാണ് ഉള്ളത്. കാരണം നമ്മുടെ കർത്താവിന്റെ ജീവിതം തന്നെ നോക്കി, ദൈവരാജ്യത്തിന്റെ സമ്പത്തിന് പ്രാധാന്യം കൊടുത്തു, ദൈവമക്കൾക്കും ദൈവപരിപാടിക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തു. കർത്താവ് ദരിദ്രനായിട്ടാണ് ജീവിച്ചത്, സമ്പന്നനായിട്ടാണ് ജീവിച്ചത്, ദരിദ്രനായിട്ടാണ് ജീവിച്ചത്? കർത്താവ് ദരിദ്രനായിട്ട് ജീവിച്ചു. തന്റെ ദാരിദ്ര്യത്താൽ അനേകരെ സമ്പന്നരാക്കുന്നതിന് നിങ്ങൾ ദൈവത്തെ ദരിദ്രരായി തീർന്നല്ലേ നമ്മൾ വായിക്കുന്നേ. സ്വർഗീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ദരിദ്രരായെന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ സമ്പത്തിന് ദൈവരാജ്യത്തിനും ദൈവപരിപാടിക്കും പ്രാധാന്യം കൊടുത്താൽ, ആത്മീകമായി പ്രാധാന്യം കൊടുക്കുമ്പോൾ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് കുറവും നഷ്ടങ്ങളും പരാജയങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളാണ് ദൈവവചനം ഒന്നിനൊന്ന് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. ദരിദ്രരായിക്കൊള്ളണം ആകും എന്നല്ല, ആകാനുള്ള ഒരു സാധ്യതയാണ് പൊതുവെ ഉള്ളത്. നമ്മുടെ മിഷണറിമാരുടെയോ അതുപോലെയുള്ള ദൈവഭക്തന്മാരുടെയോ ഒക്കെ ജീവിതം, അത് ദൈവവചനത്തിലാണെങ്കിലും അത് സഭാ ചരിത്രത്തിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുക്കുകയും അവന് വേണ്ടി അധ്വാനിക്കാനും തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്നവര് ഈ ലോകപ്രകാരം നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉപേക്ഷണങ്ങളും ത്യാഗങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അനുഭവത്തിലേക്കാണ് വരിക. ഇനി അതല്ല, ഇതൊക്കെ പണസമ്പാദനത്തിനും സാമ്പത്തിക മേന്മയ്ക്കൊക്കെ ഉള്ള വഴികളായിട്ട് ഉപയോഗിച്ചാൽ അത് തന്നെ അവർക്കൊരു കുടുക്കും കെണിയും വലിയ പ്രലോഭന ഹേതുവുമായി തീർന്ന സൽപ്പേരും സാക്ഷിയും ഒക്കെ കളയുന്നതായിട്ടാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതാണ് കർത്താവ് പറയുന്നത്, ഇത് രണ്ടിനെയും കൂടെ ഒരുപോലെ സേവിക്കാനായിട്ടും നിലനിർത്താനായിട്ടും അത് സാധിക്കുകയില്ല, അത് പ്രയാസമാണ്, സേവിക്കാനായിട്ട് കഴിയില്ല എന്ന് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്, ഏതാണ് എൻ്റെ സമ്പത്ത്, ഏതിനാണ് ഞാൻ വില മതിക്കുന്നത്? നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. നമ്മുടെ ഹൃദയം വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഹൃദയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നമ്മുടെ ആ ജീവിതത്തിന്റെ താല്പര്യവും ആഗ്രഹവും അഭിലാഷവും അതിനുള്ള ആ ഹൃദയഭാരവും ഏത് നിക്ഷേപത്തിന്റെ കാര്യത്തിലാണ്? സ്വർഗീയ നിക്ഷേപങ്ങളുടെ കാര്യത്തിലാണോ? ദൈവത്തെ പറ്റിയുള്ള കാര്യമാണോ? ദൈവജനത്തെ പറ്റിയാണോ? സഭാ ശുശ്രൂഷകളെ പറ്റിയാണോ? ആത്മീയ ഉത്തരവാദിത്തങ്ങളെ പറ്റിയാണോ? സുവിശേഷ ദൗത്യത്തെ പറ്റിയാണോ? ദൈവം നമ്മളെ ഫലമേൽപ്പിച്ച കൃപാവരങ്ങളുടെ വിനിയോഗത്തെ പറ്റിയാണോ? ഏതിനാണ് നമ്മൾ പ്രാധാന്യവും ത്യാഗവും? ഏതിനാണ് എന്ത് പോയാലും ഇത് വേണം എന്ന് ചിന്തിക്കുന്നത്? ഏതാണ്? നമ്മുടെ പണമാണോ? നമ്മുടെ വീടാണോ? നമ്മുടെ വാഹനമാണോ? നമ്മുടെ ജോലിയാണോ? നമ്മുടെ ഈ ലോക സ്ഥാനമാനങ്ങളാണോ? അതോ ദൈവരാജ്യവും അതിന്റെ സമൃദ്ധിയാണോ? ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിനേക്കാളും ബുദ്ധി നമുക്ക് എന്താണേലും ഇല്ലല്ലോ. അടുത്തതായിട്ട് കർത്താവ് പറയുന്ന കാര്യം, രണ്ട് ഉദാഹരണങ്ങളോട് പറഞ്ഞതും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. സ്വർഗീയ സമ്പത്തിനായിട്ട് അധ്വാനിക്കുന്നവർ ഈ ലോക ആവശ്യങ്ങൾക്കായി ആകുല ചിത്തരാകേണ്ട ആവശ്യമില്ല. അത് കർത്താവ് നൽകുന്ന വലിയൊരു വാഗ്ദത്തമാണ്. ഇവിടെ കർത്താവിന്റെ രാജ്യത്തിനും അവിടുത്തെ സ്വർഗീയ പരിപാടികൾക്കും നിക്ഷേപങ്ങൾക്കും വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് നഷ്ടം വരുമെന്നാണ് കർത്താവ് പറഞ്ഞത്.
നഷ്ടം വരാം, പ്രയാസങ്ങൾ വരാം. പക്ഷെ ആകുലചിത്തരാകേണ്ട, വിചാരപ്പെടേണ്ട ആവശ്യമില്ല. അതിന് കർത്താവ് ഉദാഹരണം പറയുന്നത്, എന്ത് തിന്നും? ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുര വശിക്കൂട്ടി വയ്ക്കുന്ന സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവർ അല്ലയോ? പിന്നെ ഉടുപ്പിനെ പറ്റി പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. വിതയ്ക്കുന്നില്ല, നൂൽക്കുന്നില്ല. ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു പൂവൊക്കെ എടുത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ എത്ര അതിശയകരമല്ലേ അതിന്റെ അലങ്കാരങ്ങൾ, അതിന്റെ ആ കളറുകളും അതിന്റെ ഭംഗിയും ഒക്കെ അത്ര അത്ഭുതകരമായിട്ട്. ഇത് ആര് ചെയ്തു? കർത്താവ് പറയാണ്, അതൊക്കെ ഞാൻ ചെയ്തതാണ്. ഇന്ന് രാവിലെ ഉദിച്ച് വിടർന്ന് വൈകുന്നേരം ഉണങ്ങിപ്പോകുന്നതായിരിക്കുന്ന ഈ പുല്ലിനെ ഇത്ര മനോഹരമാക്കി അലങ്കരിക്കാൻ കഴിയുന്നവരാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ നോക്കിയല്ലേ എന്ന കർത്താവ് നമ്മോട് ചോദിച്ചത്. നമുക്കത് വിശ്വസിക്കാനായിട്ട്, ഇതിലും നന്നായിട്ട് കർത്താവിന് പറയാൻ ഇതിൽ നന്നായിട്ട് ഇത് പറയാൻ കഴിയൂല. പക്ഷെ അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. കർത്താവ് നമ്മളോട് പറയാണ്, ആകുലപ്പെടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ ആകുലപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഈ ദൈവരാജ്യത്തിനും ദൈവപരിപാടിക്കും മാത്രം നടന്നാല്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ആ പ്രമാണം അനുസരിച്ച് തന്നെ നടന്നാൽ നമ്മുടെ കാര്യം എന്താവും? നമ്മുടെ വീട് പണി എന്താവും? നമ്മുടെ ജോലി എന്താവും? നമ്മുടെ മക്കളുടെ ഭാവി എന്തായിത്തീരും? ഇങ്ങനെയുള്ള ആകുലതകൾ എല്ലാവർക്കും വരാമല്ലോ. ഏത് സമയവും സഭ, പ്രാർത്ഥന, ക്യാമ്പ് ഇങ്ങനെയൊക്കെ പോയാല് മക്കളുടെ കാര്യം എന്താ? ആളുകളും പറയും, ചിലപ്പോൾ നമുക്കും അങ്ങനെ തോന്നാനായിട്ട്. ഇങ്ങനെ ഈ സഭയിലൊക്കെ പോയാൽ പരീക്ഷയ്ക്ക് തോറ്റു പോവുകയെ, ശരിക്കും പഠിക്കണേ, ഇങ്ങനെയൊക്കെ ആളുകൾ പറയാനുള്ള സാധ്യതയില്ലേ ഇങ്ങനെ കൊടുത്താല്? അപ്പൊ അതിനൊക്കെയുള്ള ഉത്തരം എന്താ? യഥാർത്ഥത്തില് അതിനുള്ളൊക്കെ ഉത്തരം, കർത്താവ് പറഞ്ഞ ഉത്തരം, വിചാരപ്പെടണ്ട, ആകുലപ്പെടണ്ട. ഇതൊക്കെ ജാതികൾ ചിന്തിക്കും. ദൈവത്തെ അറിയാത്തവരുടെ ചിന്ത ഇതൊക്കെയാണ്. പക്ഷെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉറപ്പ്, നിങ്ങളുടെ പിതാവ്. ഈ നശ്വരമായ ജീവിതം ഇത്ര നാളല്ലേ ഉള്ളൂ, മനുഷ്യന്റെ ജീവിതം ഇത്രയൊക്കെയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. സത്യത്തില് നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന മുഴുവനൊന്നും നമ്മളെ കൊണ്ട് ഉപയോഗിക്കാനായിട്ട് കഴിയല. ഇപ്പൊ നമ്മുടെ പലരുടെയും ആസ്തിയൊക്കെ, അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ കണക്കെടുത്തു കഴിഞ്ഞാല് ലക്ഷാധിപതികളും കോടീശ്വരന്മാരും ഉണ്ട്. ഇതൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുമോ? പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ നമ്മളെ ഇട്ടിട്ട് ദൂര സ്ഥലത്തേക്കൊക്കെ പോയാല് ഇതൊക്കെ വാങ്ങാനും അനുഭവിക്കാനായിട്ട് ഈ പ്രശ്നം വരുമോ? പലപ്പോഴും വിറ്റ് കുറേശ്ശെ കഴിക്കുന്നതാണ്. നമ്മൾ തീരുമ്പോഴത്തേനും നമ്മുടെ സ്വത്തുക്കൾ തീരുവാണെങ്കിൽ മറ്റുള്ളവർക്കും പഞ്ചായത്തിനും സർക്കാരിനും ഒരു ബാധ്യതയാക്കാതെ നമുക്ക് നമ്മുടെ സ്വത്ത് തീർത്തിട്ട് പോകാനായിട്ട് കഴിയും. നമുക്ക് കുറച്ച് മതി. സത്യത്തില് കർത്താവ് നമ്മളെ പഠിപ്പിച്ച അതാണ്. വലിയ മോഹങ്ങളും ഈ ലോക സ്വപ്നങ്ങളും ഒന്നും ഒരുപാട് പുലർത്തണ്ട. നമുക്ക് ദൈവരാജ്യത്തിന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പുലർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം മതി. മർത്തയോട് കർത്താവ് പറഞ്ഞ പോലെ അല്പം മതി, അല്ല ഒന്ന് മതി എന്ന് പറഞ്ഞു. അതിശ്രേഷ്ഠമായത് മറിയ തെരഞ്ഞെടുത്ത് കണ്ടോ എന്ന് ചോദിച്ചു. കുറച്ചു മതി എന്ന് പറഞ്ഞു. നമുക്ക് ഈ സിംപ്ലിസിറ്റിയുടെ പ്രമാണം നമുക്ക് പഠിക്കാം. കർത്താവ് പുലർത്തു എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സംഖ്യാപുസ്തകത്തിലെ ഒരു പ്രസ്താവനയുണ്ട്. ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രയീമിൽ നിന്ന് തിരിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ മരുഭൂമിയിലെ യാത്രയുടെ ഇടയിൽ അവർ പറഞ്ഞതായിരിക്കുന്ന ഒരു പരാതിയാണ്, ഞങ്ങളുടെ മക്കൾ നശിച്ചു പോകും, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ, അവരെ സ്കൂളിൽ വിടാനായിട്ട് കഴിയോ, അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് കഴിയോ, നമ്മൾ ഇങ്ങനെയൊക്കെ പോയാൽ എന്തായി തീരും, എന്ത് സംഭവിക്കും, ഇവരുടെ കാര്യം കഷ്ടമാവില്ലേ, ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എത്തും, ഇവരെ വല്ല പുലിയോ കടുവയോ ഒക്കെ പിടിച്ചോണ്ട് പോവില്ലേ, ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ ഈ മരുഭൂമിയിലെ കാട്ടിൽ നമുക്ക് എങ്ങനെ കഴിയും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണ്, എന്റെ നേരെ പെറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കുകയില്ല. എന്നാൽ
കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. അതായത് ബലഹീനർ എന്ന് പറഞ്ഞ് നമ്മൾ ആകുലപ്പെട്ട് നമ്മുടെ മക്കൾ അവിടെ കടക്കും. പക്ഷേ ഞങ്ങളൊക്കെ ഞങ്ങളല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയല്ലോ എന്നാ അവർ പറഞ്ഞത്. അവസാനം ഞങ്ങൾ ഉണ്ടായില്ല, നമ്മൾ കടക്കുകയല്ല എന്ന് ഭയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങള് ഉണ്ടായി. ദൈവത്തിന്റെ കരുതലുകൾ അതിശയകരമാണ്. 100 സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. ദൈവരാജ്യത്തിന്റെ വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചവരെ ദൈവം പുലർത്തുന്ന വഴികൾ. കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചുവെന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ദൈവം കരുതും. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ വഹിക്കുന്നത് പോലെ സ്വർഗീയ പിതാവ് നമ്മളെ പുലർത്തിക്കോളും എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഈ ലോകത്തില് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ദർശനങ്ങളും ഒരുപാട് മോഹങ്ങളും ഒക്കെ പുലർത്തിക്കൊണ്ട് പോയാൽ നമുക്ക് ദൈവരാജ്യത്തിന്റെ മോഹങ്ങളെ നമുക്ക് അതിനോടൊപ്പം സൂക്ഷിക്കാനായിട്ട് കഴിയില്ല. രണ്ടേരും മന്മാരെ സേവിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ദൈവരാജ്യത്തിന്റെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ ലോകത്തിന് വേണ്ടതൊക്കെ കർത്താവ് നമുക്ക് തന്നോളും. കർത്താവ് തരും. അതാണ് കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദത്തം. യഥാർത്ഥ വിജയം. നമ്മുടെ മക്കളെ പറ്റി ആണെങ്കിൽ പോലും നമ്മുടെ അവരെ പറ്റിയുള്ള സ്വപ്നം ഏതാണ്? നമ്മുടെ സ്വപ്നം എന്ന് ചോദിച്ചാൽ അതെല്ലാം നമ്മുടെ സ്വപ്നപ്രകാരം അവര് എല്ലാം നടന്നോണമെന്നൊന്നുമില്ല. എന്നാലും നമ്മുടെ കയ്യിലിരിക്കുന്ന കാലത്ത് നമുക്ക് ആ സ്വപ്നം കാണുകയും അതിനെ നടത്തുകയും ചെയ്യാമല്ലോ. എന്താണ് സ്വപ്നം? സബദിപുത്രന്മാരുടെ അമ്മ കർത്താവിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ച ആ സ്വപ്നം ഉണ്ടല്ലോ. 2 മക്കളെയും കൊണ്ടുപോയി, യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ടുപോയിട്ട് ഇടി മക്കൾ എന്ന് പറയുന്ന അവരെ കൊണ്ടുപോയിട്ട് അവൾ ചോദിക്കുകയാണ്, എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്, ചോദിച്ചുകൊള്ളുക എന്ന് കർത്താവ് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? എൻ്റെ ഈ 2 മക്കൾ യാക്കോബും യോഹന്നാനും നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ ഒരുവൻ നിന്റെ ഇടത്തും ഒരുവൻ നിന്റെ വലത്തും ഇരിക്കണം. എന്തൊരാഗ്രഹം അല്ലെ! എന്തൊരു വലിയ സ്വാർത്ഥതയാണെന്ന് നമുക്ക് തോന്നും. ശിഷ്യന്മാർക്കൊക്കെ അസൂയ തോന്നി. ഇവരാരാ ഇങ്ങനെ ചോദിക്കാൻ, ഇവരുടെ അമ്മ ആരാ ഇങ്ങനെ പറയാനായിട്ടെന്നൊക്കെ അത് ചോദിച്ചു. എന്നാൽ ഒരർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ അമ്മയുടെ സ്വപ്നം പോലെ ഒരു സ്വപ്നമുണ്ടോ? എൻ്റെ മക്കൾ IAS കളക്ടറാണെന്ന് പറഞ്ഞില്ല. എൻ്റെ മക്കൾ ഈ ലോകത്തെ രാജാവാണെന്ന് പറഞ്ഞില്ല. എൻ്റെ മക്കൾ ഇവിടുത്തെ വമ്പന്മാരും പൈസക്കാരും ധനാഢ്യന്മാരും ആണോ എന്ന് പറഞ്ഞില്ല. പറഞ്ഞെന്താ? നീ അവിടുന്ന് അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ നിന്റെ ഇടത്തും വലത്ത് എൻ്റെ മക്കളെ എത്തിക്കണം. ദൈവരാജ്യത്തിൽ വലിയവരാകണം. യോഹന്നാൻ സ്നാപകൻ പിറന്നപ്പോൾ ഗബ്രിയേൽ ദൂതൻ സക്കറിയാവിനോട് അത് സംബന്ധിച്ച് പറഞ്ഞതുപോലെ അവൻ ദൈവസന്നിധിയിൽ വലിയവനാകും. നമ്മുടെ മക്കളൊക്കെ ദൈവസന്നിധിയിൽ വലിയവനാകണം. അതാണ് നമ്മുടെയൊക്കെ സ്വപ്നം. നമ്മളും ദൈവരാജ്യത്തിൽ സമ്പന്നന്മാരായി തീരണം. ഒരുപാട് നിക്ഷേപങ്ങളുള്ള മനുഷ്യരായിട്ട് തീരണം. കർത്താവ് അവസാനം പറയാണ്, 5ാമത്തെ കാര്യം അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ മുൻഗണന സ്വർഗീയ നിക്ഷേപങ്ങൾ ആയിരിക്കണം. മുൻഗണന, അതാണ് ഞാൻ ആ വാക്ക് പറയാൻ ആഗ്രഹിച്ചത്. അതാണല്ലോ 33ാമത്തെ വാക്യം പറഞ്ഞത്, അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ മുമ്പേ. ഫസ്റ്റ് സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ആൻഡ് ഹിസ് റൈച്ചസ്നെസ്. അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അത് ദിവസം അന്നത്തെ ദോഷം മതി. അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. എന്താണ് അതൊക്കെയും? എന്ത് തിന്നും, എന്ത് കുടിക്കും, അതല്ലേ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെയല്ലേ ഫണ്ടമെന്റൽ നീഡ്സ്. എന്നാൽ എത്രയോ ദൈവമക്കൾ ഭക്ഷണമില്ലാതെ മരിച്ചു പോയിട്ടുണ്ട്, പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ട്, പാർപ്പിടമില്ലാതെ കാടുകളിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം എന്ന് വായിച്ചു നോക്കുമ്പോൾ അറിയാം. ഉടുവസ്ത്രമില്ലാതെ നഗ്നരായി തീർന്നിട്ടുണ്ട്, ഒരു സുരക്ഷിതത്വമില്ലാതെ തീർന്നിട്ടുണ്ട്. അപ്പൊ എവിടെയാ കർത്താവിന്റെ വാഗ്ദത്തം? അവന്റെ രാജ്യത്തിന് വേണ്ടി നിന്നിട്ട് അവർക്ക് ഭക്ഷണം കിട്ടിയോ? അവർക്ക് പാർപ്പിടം കിട്ടിയോ? അവർക്ക് സുരക്ഷിതത്വം കിട്ടിയോ? പക്ഷെ കർത്താവിന്റെ വാഗ്ദത്തം എവിടെയാ? കർത്താവിന്റെ വാഗ്ദത്തത്തിൽ ഒരു മാറ്റവും വരില്ല. കർത്താവ് പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഏത് ഭൂമിയെ അവകാശമാക്കാൻ പോകുന്നു? അഴുകിപ്പോകുന്ന വെന്തെരിയാനുള്ള ഈ ഭൂമി വേണോ? ഒരു നാളും അവസാനിക്കാത്ത തേജസ് വസിക്കുന്ന
ആ നിത്യരാജ്യം വേണോ? അതാണ് കർത്താവ് പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന്. വീട് കിട്ടും, സമ്പത്ത് കിട്ടും, ധനം കിട്ടും, സർവമഹത്വവും കിട്ടും. ഇവിടെയല്ല. നമുക്ക് വെച്ചിരിക്കുന്നത് നാമോ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അതാണ് കർത്താവിന്റെ വാഗ്ദത്വം. അതിനെ ഒരിക്കലും, ആ വാഗ്ദത്വം, മാറ്റമില്ലാത്ത കർത്താവിന്റെ വാഗ്ദത്വം ഇവിടെയാണ് ധരിക്കരുത്. അത് ദൈവരാജ്യത്തിലാണ്. അത് അന്നല്ലേ എന്നൊക്കെ ആളുകൾ വിചാരിക്കും. അത് അന്ന് കിട്ടാനുള്ളതല്ലേ ഇപ്പൊ കിട്ടുന്നത്. എന്നാണ് ഈ അന്നെന്ന് നമ്മൾ പറയുന്നത്? നമ്മളിവിടെ എത്ര ദിവസം ഉണ്ട് ഇനി? അത് പറയുമ്പോ തോന്നുന്നു നമ്മളിവിടെ നൂറ്റാണ്ട് കാലം ജീവിക്കാൻ പോവാന്ന്. എത്ര ദിവസമുണ്ട്? ഇനിയും അല്പകാലം കഴിഞ്ഞാൽ വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അപ്പൊ നമുക്ക് കിട്ടാനിരിക്കുന്ന എന്താ? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉത്തമ സമ്പത്ത്. ആ സമ്പത്ത്, ആ ഭൂമിയെ അവകാശമാക്കുന്നതും ഇവിടുത്തെ നമ്മുടെ യാത്രയും തമ്മിൽ എത്ര ദൂരമുണ്ട്? ചിലപ്പോൾ വർഷങ്ങളാകാം, ചിലപ്പോൾ മാസങ്ങളാകാം, ചിലപ്പോൾ ദിവസങ്ങളാകാം, ചിലപ്പോൾ സെക്കൻഡുകളാകാം. പിന്നെ കണ്ണു തുറക്കുന്ന എവിടെയായിരിക്കും? കർത്താവിന്റെ രാജ്യത്തിൽ. ഭയപ്പെടാൻ നമുക്കുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യണം? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഇതിന്റെ അർത്ഥം നമ്മളെല്ലാവരും സന്യാസികളാകണമെന്നും ഭിക്ഷാന്തേഹികളാകണമെന്നും ഇനി ഒരു പണിയെടുക്കാതെ ഒന്നും ചെയ്യണ്ടെന്നൊന്നും അല്ല ഇതിന്റെ അർത്ഥം. മുമ്പേ അവന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലും, സംസാരിച്ചാലും, ജോലി ചെയ്താലും, കുടുംബജീവിതം കഴിച്ചാലും, ഏത് പ്രവൃത്തി ചെയ്താലും പ്രയോറിറ്റി എന്തിനാ? ദൈവരാജ്യത്തിന് ഇത് പ്രയോജനപ്പെടുമെന്ന് നോക്കി ചെയ്തോണം. ഞാൻ ജോലിക്ക് പോവുകയാണ്, ഒരു ഓഫീസിൽ ജോലിക്ക് പോകുമ്പോൾ മുൻഗണന ഏതിനാ? ദൈവരാജ്യം. ദൈവരാജ്യത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഒരു ചുവടുവെപ്പ് നടക്കണമെങ്കിൽ, ഒരു വാക്ക് പറയണമെങ്കിൽ, സോറി, ജോലി പോയാലും ഐ എം സോറി. മുമ്പേ അവന്റെ രാജ്യവും നീതിയും. ഒരു യാത്ര പോകാണ്ടിരിക്കട്ടെ, ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്, ഒരു വിവാഹമാകട്ടെ, കുടുംബ ബന്ധമാകട്ടെ, എന്തും ആകട്ടെ, ചോദ്യം ഏതാ? ദൈവരാജ്യത്തിന് നിരക്കുന്ന കാര്യം മാത്രം. എൻ്റെ ജീവിതം കർത്താവിന് പ്രയോജനപ്പെടുന്നില്ല, ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ എനിക്കത് വേണ്ട. അപ്പൊ ചിലപ്പോൾ സമ്പത്ത് ഉണ്ടായേക്കാം, ചിലപ്പോൾ സമ്പത്ത് പോയേക്കാം, ചിലപ്പോൾ വീട് പണി നടന്നേക്കാം, ചിലപ്പോൾ പണി ചെയ്യേണ്ട, ചിലപ്പോൾ വാഹനം വാങ്ങിയേക്കാം, ചിലപ്പോൾ വാഹനങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം, ചിലപ്പോൾ സ്ഥാനമാനങ്ങൾ ഒന്നുമില്ലാതെ പുറത്തറിയപ്പെട്ടേക്കാം. ഒരു കാര്യത്തിലൊരു വ്യത്യാസമില്ല, മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും. അപ്പൊ ഈ ലോകത്തിന്റെ നന്മകളും ഐശ്വര്യങ്ങളും സമ്പത്തും സുഖ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അത് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഉണ്ടെങ്കിൽ ആസ്വദിക്കാം, ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ഫലോസഫിസം പറഞ്ഞല്ലോ, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ചില സമയത്ത് പൈസയൊക്കെ സർക്കാർ ഫിലിപ്പീനൊക്കെ കൊടുത്തു, ജോലിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ടെന്റ് പണിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ധാരാളം പൈസ കിട്ടി, നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. ചില സമയത്ത് പൈസയില്ല, പട്ടിണിയായിട്ടിരുന്നു. നല്ല അവസ്ഥയിലിരുന്നു, ചീത്ത അവസ്ഥയിലിരുന്നു. ചിലപ്പോൾ ജോലി ഉണ്ടാവും, ചിലപ്പോൾ ജോലി ഇല്ലായിരിക്കും, ചിലപ്പോൾ അനുകൂലമായിരിക്കും, പ്രതികൂലമായിരിക്കും. പൗലോസ് വേറെ പറഞ്ഞു, മാനാപമാനങ്ങൾ. മാനം വന്ന സമയമുണ്ട്, അപമാനം വന്ന സമയമുണ്ട്. പൗലോസിനെ ഇവർ ദൈവദൂതന്മാരാണെന്ന് പറഞ്ഞ് ഉയർത്തി, പൗലോസിനെ ബർന്നബാസിനെ ഉയർത്തിയ സമയല്ലേ? അന്നേരം ഉയർന്നു, അന്നേരം ദൈവദൂതന്മാരല്ല എന്നൊക്കെ പറഞ്ഞു, അത് ഉയർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനെ ചവരെന്ന് കണക്കാക്കി, കൊണ്ടരുതാത്ത കണക്കാക്കി പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞില്ലേ? അപ്പോഴും അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ദോഷം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ദുഷ്കീർത്തി, സൽകീർത്തി, ഇതൊക്കെ ഉണ്ടാവും. സമ്പത്തും ദാരിദ്ര്യം ഒക്കെ ഉണ്ട്. ഏതവസ്ഥയിലും ദൈവരാജ്യത്തിന് ഒന്നാം സ്ഥാനം, കർത്താവിന്. അതുകൊണ്ട് ജോലി ചെയ്യാതിരിക്കണമെന്നോ സമ്പത്ത് ഉണ്ടാക്കരുതെന്നൊന്നും അല്ല ഈ ദൈവവചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ചെയ്യേണ്ടതുപോലെയൊക്കെ ചെയ്യാം. പക്ഷെ ഏത് പ്രവൃത്തി ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിക്ഷേപം ഉണ്ടാകണം, സമ്പത്തുണ്ടാകണം. അവിടുത്തെ രാജ്യത്തെ ഞാൻ പ്രയോജനപ്പെടണം, വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും. അത് കഴിഞ്ഞിട്ടുള്ള സമ്പത്തും ജോലിയും ജീവിതവും കുടുംബവും വിവാഹവും ബന്ധവും ഒക്കെ മതി. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ. അതാണ് നമ്മുടെ സമ്പത്ത്. അതിനാണ് നമ്മുടെ ഹൃദയം നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്, നമ്മുടെ യഥാർത്ഥ സമ്പത്ത് ലൗകികമല്ല, അത് സ്വർഗീയമാണ്. ഈ തിരിച്ചറിവാണ് സ്വർഗീയ നിക്ഷേപങ്ങൾക്കായി ത്യാഗബുദ്ധിയോടെ അധ്വാനിക്കുവാൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. സ്വർഗത്തിൽ നമുക്ക് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സമ്പത്ത്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്.
ആ നിക്ഷേപം അവിടെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്, അതിനുവേണ്ടിയല്ലേ ത്യാഗം ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. ധനമോഹത്തിന് ശരിതെറ്റുകൾ എവിടെയാ? ധനമോഹം തെറ്റല്ല. ധനം കർത്താവാകുമ്പോൾ, ധനം സ്വർഗീയമാകുമ്പോൾ, ധനം അനശ്വരമായ സമ്പത്താകുമ്പോൾ ആ മോഹവും അതിനുവേണ്ടിയുള്ള അത്യധികമായിരിക്കുന്ന ആകാംക്ഷയും ആഗ്രഹവുമാണ് ഏറ്റവും ശരിയായിരിക്കുന്ന കാര്യം. എന്നാൽ ആ ധനം ഈ ലോകത്തിന്റെ സമ്പത്ത് നശ്വരമായ സമ്പത്താണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും വലിയ കെണിയും കുരുക്കുമായി തീരാനായിട്ട് പോകുന്നത്. സ്വർഗീയമാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ, ഏറ്റവും വലിയ പ്രചോദനമായി തീരും. ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ ഈ ബാങ്കിലൊക്കെ ഇടയ്ക്ക് നമ്മൾ ബാലൻസ് ചെക്ക് ചെയ്യുമല്ലോ. ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിലും ഉണ്ട്, ചെക്ക് യുവർ ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടം വരും. ചേട്ടാ ഒന്നുമില്ലല്ലോ എന്ന് തോന്നും, ചിലപ്പോൾ ഉണ്ടല്ലോ എന്നും തോന്നുമായിരിക്കും. നമ്മുടെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് അവർ ബാലൻസസ്. സ്വർഗത്തിലെ നമ്മുടെ നിക്ഷേപ പാത്രത്തിൽ, നമ്മുടെ ആ ലോക്കറിൽ നമ്മൾ വെച്ചിരിക്കുന്ന നിക്ഷേപം എന്തോരമുണ്ട്? തീർച്ചയായിട്ടും ദൈവം അവിടെയുണ്ട്. നമ്മുടെ ഈ സാധ്യതകൾ കൊണ്ടും നമ്മുടെ ഈ പ്രവൃത്തി കൊണ്ടും സമ്പാദിച്ചു വെച്ചിരിക്കുന്ന നിക്ഷേപം, ആത്മാക്കൾ, സഭകൾ, കൃപാവരങ്ങളുടെ ഉപയോഗം, നമ്മുടെ സാധ്യതകളൊക്കെ ഉപയോഗിച്ചത്, അതൊക്കെ നിക്ഷേപങ്ങളായിട്ട് സ്വർഗീയ സമ്പത്തായിട്ട് അവിടെ ശേഖരിക്കപ്പെടുന്നുണ്ടോ? എത്ര ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്? ഇനി അവിടെ കുറവാണെന്നിരിക്കട്ടെ, കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഏത് സമ്പത്തും വർദ്ധിപ്പിക്കുന്ന പോലെ അത് ചെലവില്ലാതെ വരവില്ല നമുക്കറിയാം. ത്യാഗബുദ്ധിയോടെ നമുക്ക് പ്രവർത്തിക്കാം. കർത്താവ് പറഞ്ഞ പോലെ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്തിൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഇത് കർത്താവിനെ പറ്റി പറയുന്നതെന്ന് ഓർക്കണം. നമ്മളെ പറ്റി പറഞ്ഞ ആ മനുഷ്യൻ കർത്താവാകാനാണ് സാധ്യത. കാരണം സ്വർഗത്തിലെ കർത്താവ് ഒരു നിക്ഷേപം കണ്ടിട്ട് എല്ലാം വേണ്ടാന്ന് വെച്ച് വന്ന് തന്നെത്താൻ താഴ്ത്തി ഈ നിക്ഷേപം സ്വന്തമാക്കി. ആരാണ് ആ നിക്ഷേപം? നമ്മളാണ് ആ നിക്ഷേപം. നമ്മളെന്ന ആ നിക്ഷേപം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം ദാസരവും എടുത്ത് മനുഷ്യരാജ്യത്തിനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് ദരിദ്രനായി തീർന്ന് മരണത്തോളം താഴ്ത്തി. എന്തിനാ? ഒരു നിക്ഷേപം കണ്ടിട്ടാ. ആ നിക്ഷേപം ഏതായിരുന്നു? നമ്മളായിരുന്നു നിക്ഷേപം. അവന്റെ അവകാശ ധനം അതായിരുന്നു, സന്തതി അതായിരുന്നു, പ്രയത്നഫലം അതായിരുന്നു. അതാണ് നമ്മുടെ മാതൃക. നമ്മളും ആ നിക്ഷേപം കണ്ടിട്ടുണ്ട് എങ്കിൽ നമുക്കും ചെയ്യാനുള്ളത് എന്താ? തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ സമ്പത്ത് വാങ്ങി നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കാൻ, സമ്പാദിക്കാൻ, നമ്മുടെ നിക്ഷേപ പാത്രങ്ങളെ വർദ്ധിപ്പിക്കാൻ. 5 താലന്ത് കിട്ടിയവൻ യജമാനൻ വന്നപ്പോൾ, ഇതാ നീ ഇതൊന്ന് 5 താലന്തല്ലയോ, ഇപ്പോഴിത് അത് 10 ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ചെന്നതുപോലെ നമുക്കും കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ, നമുക്ക് നിക്ഷേപങ്ങളെ സമ്പാദിക്കാം. അതിനാണ് ഈ ജീവിതം തന്നിരിക്കുന്നത്. ഇതൊരു സമ്പാദിക്കാനുള്ള ഒരു കാലമാണ്, ധനസമ്പാദനത്തിനുള്ള കാലമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും പണം കൊണ്ടും സൗകര്യം കൊണ്ടും എല്ലാം നിലനിൽക്കുന്ന നിക്ഷേപങ്ങളും നിത്യകൂടാരങ്ങളും സ്നേഹിതന്മാരെയും നമുക്ക് സമ്പാദിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. അതിനുവേണ്ടി നമുക്ക് ജീവിക്കാം, അധ്വാനിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ധനമോഹത്തിന്റെ ശരിതെറ്റുകൾ എന്ന തലക്കെട്ടില് ദൈവവചനത്തിൽ നിന്നുള്ള വളരെ നല്ല ചിന്തകൾ ഈ സമയം നമുക്ക് കേൾക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ധനമോഹം അല്ലെങ്കിൽ ധനം സംബന്ധിച്ചുള്ള നമ്മളുടെ ആഗ്രഹം അതെപ്പോഴാണ് തെറ്റായി തീരുന്നത്? അതെവിടെയാണ് ശരിയായ ആഗ്രഹമായി മാറുന്നത് എന്ന് നാം കേട്ടു. ഭൗതിക ലോകത്തെ സമ്പത്തിനെ കുറിച്ച് മാത്രമാണ് നമ്മളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായും ആ ആഗ്രഹത്തെ തെറ്റ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മളുടെ ആഗ്രഹം നിത്യതയോടുള്ള ബന്ധത്തിൽ സ്വർഗീയമാണ് എങ്കിൽ, സ്വർഗീയ സമ്പത്താണ് നമ്മളുടെ ഉന്നം.
അതിനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ആഗ്രഹം ശരിയാണ്, അത് മാത്രമാണ് ശരിയെന്ന് നാം കേൾക്കുകയുണ്ടായി. നമ്മുടെ ഈ ഭൗതിക ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ പ്രയോജനകരമായിരിക്കുന്ന ആത്മീയ ചിന്തകളാണ് നമുക്ക് ഈ സമയം കേൾക്കുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിച്ചത്. നമുക്കത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം.